മക്കൾ പോലും നോക്കാതെ ഒറ്റപ്പെട്ടുപോയ വാർദ്ധക്യത്തിൽ ഒരിറ്റു സ്നേഹത്തിനും കാരുണ്യത്തിനും പരിഗണനയ്ക്കും വേണ്ടി കുതിക്കുന്ന ഒരമ്മയുടെ ജീവിതാവസ്ഥയാണ് മാധവിക്കുട്ടി അമ്മ എന്ന കഥയിലൂടെ പറയുന്നത്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ നേരിടുന്ന വലിയൊരു പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സമകാലിക പ്രസക്തിയുള്ള ഒരു കഥ കൂടിയാണിത്. 20 പൈസയ്ക്ക് പച്ചക്കറിയും വാങ്ങി പോകുകയായിരുന്ന വൃദ്ധയായ ഒരു സ്ത്രീയെ ഒരു കറുത്ത മേഴ്സിഡസ് കാർ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയി. വേദന കൊണ്ട് മരവിച്ച അവർ തന്റെ സഞ്ചിയിൽ നിന്ന് ചിതറിപ്പോയ പച്ചക്കറികളുടെ ഇടയിൽ അനങ്ങാനാവാതെ കിടന്നു. ആർക്കും വേണ്ടാതെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കീറിപ്പൊളിഞ്ഞ ഒരു പാവയെപ്പോലെ. അവരുടെ കണ്ണിൽ നിന്ന് എപ്പോഴും ഒഴുകാറുള്ള കണ്ണീർ അപ്പോഴും ഒഴുകുന്നുണ്ടായിരുന്നു. തന്റെ വെളുത്ത സാരിയിൽ ചുവന്ന രക്തം പടരുന്നത് അവർ കണ്ടു. കാറിടിച്ച് നിലത്ത് വീണ അമ്മയെ സഹായിക്കാൻ ആദ്യം ഓടിയെത്തുന്നത് പാൽക്കാരൻ ബോലാറാം ആണ്. തികച്ചും അപരിചിതയായിരുന്നിട്ടും ആ വൃദ്ധയെ അമ്മേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. അമ്മയെന്ന വിളി കേട്ടപ്പോൾ വേദനയെല്ലാം മറന്ന പോലെ വൃദ്ധ പാൽക്കാരനെ നോക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മക്കൾ സ്നേഹത്തോടെ അങ്ങനെ വിളിച്ചിരുന്നത് അവർ ഓർക്കുന്നു. തന്നെ ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ മക്കളെ ആ അമ്മ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി. നല്ല കാലത്ത് മക്കൾക്ക് വേണ്ടി തുണിയലക്കിയും ഭക്ഷണമുണ്ടാക്കിയും എല്ലാം അമ്മ തന്റെ യൗവനം ഹോമിച്ചു. വളർന്നു വലുതായപ്പോൾ അവർ അമ്മയെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയി. അമ്മയിൽ നിന്ന് കൂടുതലൊന്നും അവർക്ക് നേടാനില്ലായിരുന്നു. വൃദ്ധ പറയുന്നതൊന്നും മനസ്സിലാവാതെ പാൽക്കാരൻ അവരെ സാവധാനം എഴുന്നേൽപ്പിച്ച് ഇരുത്തി. അപ്പോഴും അവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരുന്നു. ശരീരത്തിനും മനസ്സിനുമൊക്കെ പറയാവുന്ന പോലെ വേദനകൾക്കും ചോരയ്ക്കും വാർദ്ധക്യമില്ലല്ലോ. ആ സമയത്ത് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്നു. വന്നയുടൻ പോലീസുകാരൻ വൃദ്ധയെ സഹായിക്കുന്നതിനു പകരം താനാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ച് പാൽക്കാരനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ദേഷ്യം വന്ന പാൽക്കാരൻ ബോലാറാം തലയ്ക്ക് നൊസ്സും കണ്ണിന് കാഴ്ചയും ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇത്തരമൊരു മനുഷ്യത്വരഹിതമായ പ്രവൃത്തി ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നു. ഇത് കേട്ട പോലീസുകാരൻ അയാളെ ദൃക്സാക്ഷിയാക്കാൻ തീരുമാനിക്കുന്നു. തുടർന്ന് അയാളുടെ പേരും അഡ്രസ്സുമെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നു. പാൽക്കാരന്റെ വിവരങ്ങൾ അന്വേഷിക്കുന്ന തിരക്കിൽ പോലീസുകാരൻ വൃദ്ധയെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. വൃദ്ധയാണെങ്കിൽ എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന പാൽക്കാരൻ ഇവരെ വല്ല ഡോക്ടറുടെയും അടുത്തെത്തിക്കട്ടെ, എന്നിട്ടാവാം തന്റെ ചോദ്യവും ഉത്തരവും എന്ന് പോലീസിനോട് പറയുന്നു. പക്ഷെ അപകടം കേസാക്കി റിപ്പോർട്ടുണ്ടാക്കുന്നതിൽ മാത്രമായിരുന്നു പോലീസുകാരന്റെ താല്പര്യം. എന്നാൽ പാൽക്കാരൻ ശക്തമായി അതിനെ എതിർക്കുകയും പോലീസുകാരന്റെ മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. പാൽക്കാരൻ അതുവഴി വന്ന ഒരു ടാക്സി നിർത്തി അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്ത് വെക്കുന്നു. ഡ്രൈവറോട് വൃദ്ധയെ ആശുപത്രിയിൽ എത്തിക്കാമോ എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ അമ്മയാണോ എന്ന ഡ്രൈവറുടെ ചോദ്യത്തിന് പാൽക്കാരൻ നൽകുന്ന മറുപടി അയാളുടെ ഉള്ളിലെ മാതൃസ്നേഹം വെളിവാക്കുന്നതാണ്. എന്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല എന്ന മറുപടിയിൽ അയാൾ തന്റെ അമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും കരുതലും പരിചരണവും നൽകുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. പാൽക്കാരന്റെയും വൃദ്ധയുടെയും അവസ്ഥ മനസ്സിലാക്കിയ ഡ്രൈവർ അവരെ ആശുപത്രിയിൽ എത്തിക്കാമെന്ന് നിൽക്കുന്നു. ടാക്സി കൂലിയായി പണം പോലും വാങ്ങാൻ അയാൾ തയ്യാറാകുന്നില്ല. ഒടുവിൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ നല്ലവനായ അവിടുത്തെ ഡോക്ടറും അമ്മേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വൃദ്ധയോട് സംസാരിക്കുന്നത്. ഓരോ ആളും അമ്മേ എന്ന സംബോധനയിലൂടെ സമീപിക്കുമ്പോൾ ഉള്ളറകളിൽ നിന്നും അമ്മയുടെ ഒറ്റപ്പെടലിന്റെ തേങ്ങൽ ഉയരുന്നത് കേൾക്കാം. മക്കളിൽ നിന്ന് പണ്ട് കേട്ട അമ്മേ എന്ന ആ വിളി, ഇന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ വിളി അവരെ ഭൂതകാലത്തെ ഓർമ്മകളിലേക്ക് ഇടയ്ക്കിടെ കൊണ്ടുപോകുന്നുണ്ട്. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടന്നപ്പോൾ അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന്
കണ്ണീരോടെ ചോദിച്ച 10 വയസ്സുകാരൻ മകൻ പോലും വളർന്നു വലുതായപ്പോൾ മറ്റൊരാളായി തീർന്നിരിക്കുന്നു എന്ന് വേദനയോടെ വൃദ്ധയായ അമ്മ ഓർക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ മക്കളെ ആ അമ്മ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി. ചികിത്സ കഴിഞ്ഞപ്പോൾ ടാക്സിക്കാരൻ അവരോട് വീട് എവിടെയെന്ന് ചോദിക്കുന്നു. അവരെ വീട്ടിലെത്തിക്കാനായിട്ടാണ് ടാക്സിക്കാരൻ അങ്ങനെ ചോദിക്കുന്നത്. വീട്ടിൽ തന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ, കൊണ്ടുപോയി ആക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് സഹായമൊന്നും വേണ്ട, വീട്ടിൽ ആളുണ്ട് എന്ന രീതിയിലാണ് അമ്മ മറുപടി നൽകുന്നത്. മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതലും തന്റെ ദുഃഖങ്ങൾ മറ്റാരും അറിയരുതെന്നുള്ള ചിന്തയുമെല്ലാം അമ്മയുടെ പെരുമാറ്റത്തിൽ കാണാം. അപകടം പറ്റിയപ്പോൾ വീണുപോയ വെണ്ടയ്ക്കയെക്കുറിച്ചുള്ള വേവലാതി അവരുടെ ദാരിദ്ര്യത്തിന്റെ ആഴവും മനസ്സിലാക്കി തരുന്നു. ഒടുവിൽ ഡ്രൈവർ തന്റെ കാറിൽ തന്നെ അമ്മയെ വീട്ടിലെത്തിക്കുന്നു. തന്റെ ഒറ്റപ്പെടൽ ടാക്സിക്കാരൻ അറിഞ്ഞാൽ മക്കളെ കുറ്റപ്പെടുത്തും എന്നതുകൊണ്ട് വീടിനകത്തേക്ക് തന്നെ കൊണ്ടിരുത്താൻ ഡ്രൈവറെ അമ്മ സമ്മതിക്കുന്നില്ല. വീടിനകത്ത് കയറിയപ്പോൾ അപകടത്തിൽ നിന്ന് പറ്റിയ പരിക്കുകൾക്കും വേദനകൾക്കും പുറമെ വെള്ളവും ഭക്ഷണവുമില്ലാത്ത ഇല്ലായ്മയുടെ വേദന കൂടി നമുക്ക് ബോധ്യപ്പെടുന്നു. വെറും നിലത്ത് കിടക്കുന്ന അവരെ ഒരു കരിഞ്ഞ മരത്തോടാണ് എഴുത്തുകാരി ഉപമിക്കുന്നത്. ഒരു കാലത്ത് ഒരുപാട് പേർക്ക് തണലും ഫലവും നൽകിയ ആ അമ്മ മരം പ്രായാധിക്യത്താലും മനോവേദനകളാലും ഉണങ്ങിക്കരിഞ്ഞുപോയ ഒരു മരം പോലെയായി മാറി. അമ്മ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന സൂചന നൽകുന്നതാണ് മണ്ണിൽ നിന്ന് പിടി വിടുവിച്ച് മേൽപോട്ടുയരുന്നത് പോലെ നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞുകിടക്കുന്ന വിരലുകൾ. വെറും നിലത്ത് കിടന്ന് വീണ്ടും അവർ തന്റെ മക്കളെക്കുറിച്ച് ഓർക്കുന്നു. നല്ല കാലത്ത് മക്കൾക്ക് വേണ്ടി തുണിയലക്കിയും ഭക്ഷണമുണ്ടാക്കിയും എല്ലാം അമ്മ തന്റെ യൗവനം ഹോമിച്ചു. വളർന്നു വലുതായപ്പോൾ അവർ അമ്മയെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയി. അമ്മയിൽ നിന്ന് കൂടുതലൊന്നും അവർക്ക് നേടാനില്ലായിരുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് കണ്ണീരോടെ ചോദിച്ച 10 വയസ്സുകാരന്റെ മുഖം വീണ്ടും അമ്മയുടെ ഓർമ്മയിൽ തെളിഞ്ഞു. തന്റെ മക്കൾ തന്നെ പണ്ട് സ്നേഹിച്ചിരുന്നു എന്നോർത്തപ്പോൾ അവർ ചിരിക്കുകയാണ്, കണ്ണീരിൽ കുതിർന്ന ചിരി. എങ്കിലും തന്റെ മക്കളെ കുറ്റപ്പെടുത്താനോ ശകാരിക്കാനോ അവർ തയ്യാറാവുന്നില്ല. മക്കളോടുള്ള തന്റെ കടമകളെല്ലാം നിറവേറ്റി എന്ന ചാരിതാർത്ഥ്യത്തോടെ ആരോടും ഒരു പരിഭവമില്ലാതെ മക്കളുടെ ഒരിറ്റു സ്നേഹത്തിനും കരുതലിനുമായി കാത്തിരിക്കുന്ന മാതൃസ്നേഹത്തിന്റെ പ്രതിരൂപമായ ആ അമ്മ വായനക്കാരന്റെ മനസ്സിൽ ഒരു മുള്ളുപോലെ തറഞ്ഞു കയറുന്നു.